ഈശോയിൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഒരു കുഞ്ഞ് തൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, സ്വർഗം എന്താണ്? അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യത്തിന് മുമ്പിൽ അമ്മയൊന്ന് പരിഭ്രമിച്ചു പോയി. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി അമ്മ അവനോട് പറഞ്ഞു, മകനെ, സ്വർഗം എന്നാൽ ദൈവത്തിൻ്റെ ഒരു വലിയ ആലിംഗനമാണ്, ദൈവം കെട്ടിപ്പിടിക്കുന്ന ഒരനുഭവം. അങ്ങനെയെങ്കിൽ സ്വർഗത്തെ തന്നെ, സ്വർഗത്തിൻ്റെ നാഥനായവനെ ജീവിതകാലം മുഴുവൻ ചേർത്തു പിടിച്ച, ഊട്ടി വളർത്തിയ അമ്മയുടെ തിരുനാളാണല്ലോ നാം ഈ ഓഗസ്റ്റ് 15-ാം തീയതി ആഘോഷിക്കുന്നത്. ഈ അമ്മയുടെ കൂടെ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയം തന്നെ സ്വർഗത്തിൻ്റെ നാഥനായവനെ തൻ്റെ കൈകളിൽ പിടിച്ച് പരിപാലിച്ച് വളർത്തി വലുതാക്കിയ അമ്മയാണ് പരിശുദ്ധ മറിയം. ആ അമ്മയുടെ കൂടെ നാം നടക്കുമ്പോൾ, പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം നാം ധ്യാനിക്കുമ്പോൾ സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ, സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് 7 കാര്യങ്ങൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ, സ്വർഗോന്മുഖരായി ജീവിക്കുവാൻ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഒന്നാമതായി ലൂക്കാ 1:38, ഇതാ കർത്താവിൻ്റെ ദാസി. തൻ്റെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് മറിയം ഒരു തീരുമാനമെടുക്കുകയാണ്, ദൈവത്തിൻ്റെ പുത്രന് ജന്മം നൽകാമെന്ന്. ദൈവത്തിൻ്റെ ഹിതത്തിന് എന്ത് എന്ന് ചോദ്യം ചോദിക്കാതെ അതിനോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുവാന് മാതാവിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനത്തിന് സാധിച്ചു. രണ്ടാമതായി ലൂക്കാ 1:39, അവൾ തിടുക്കത്തിൽ പുറപ്പെട്ടു. എന്തിനാണ് മാതാവ് തിടുക്കത്തിൽ പുറപ്പെട്ടത്? തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണുവാനും അവൾക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങൾ കണ്ട് സന്തോഷിക്കുവാനും അവളെ ശുശ്രൂഷിക്കുവാനുമാണ് അമ്മ തിടുക്കത്തിൽ പുറപ്പെട്ടത്. ദിവംഗതനായ പരിശുദ്ധ പിതാവ് ജോൺ പോൾ 2 മാർപ്പാപ്പ ഇങ്ങനെ പറയും, നാം എത്രമാത്രം നമ്മെ തന്നെ ദൈവത്തിനും മറ്റുള്ളവർക്കും സമർപ്പിക്കുന്നുവോ അത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിയുവാൻ സാധിക്കും. ഈ ആദ്യത്തെ 2 പ്രവൃത്തികൾ നാം കാണുമ്പോൾ, അതായത് സ്വന്തം ജീവിതം ദൈവത്തിന് കൊടുക്കുകയും അതോടൊപ്പം തന്നെ സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ സേവനത്തിനായി സമർപ്പിക്കുകയും ചെയ്തതുവഴി മാതാവ് സ്വർഗത്തിൻ്റെ സൃഷ്ടി, ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുന്ന ആ ഒരു ജോലി തുടങ്ങുകയായി. മൂന്നാമതായി ലൂക്കാ 1:46, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടേറിയ തീരുമാനമെടുത്തിട്ടാണ് മാതാവ് ഇവിടെ ആയിരിക്കുക. പക്ഷേ തനിക്കും തൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനും ദൈവം ചൊരിഞ്ഞ അനന്തമായ നന്മകൾ കണ്ടതിന് ശേഷം എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അപ്പുറം ദൈവത്തെ നോക്കി, സ്വർഗത്തെ നോക്കി നന്ദി പറയുവാൻ മാതാവിന് സാധിക്കുന്നു. സ്വർഗോന്മുഖരായി ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ ക്ലേശങ്ങളുടെ ഇടയിലും ദൈവത്തിന് നന്ദി പറയുവാൻ സാധിക്കുകയുള്ളൂ. നാലാമതായി ലൂക്കാ 1:51, അവൾ ഈ കാര്യങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിയമത്തെ ധ്യാനിക്കുന്ന വ്യക്തികൾക്ക് കിട്ടുന്ന കൃപകളെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അവരുടെ ജീവിതം നീർച്ചാലിനരികെ നട്ട ഒരു മരം പോലെ ഒരിക്കലും ഇല കൊഴിയാത്ത, എപ്പോഴും ഫലം ചൂടുന്ന ഒന്നായി മാറുന്നു. മറിയം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച, തൻ്റെ ദേവകുമാരൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ചത് അതിനെ ധ്യാനിക്കുവാൻ വേണ്ടിയായിരുന്നു. അതിനെ ധ്യാനിച്ച മറിയം നിത്യതയിലേക്ക് ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായി തീരുന്നു. മറിയത്തിൻ്റെ ജീവിതം എല്ലാവർക്കും സ്വർഗത്തിലേക്ക് നോക്കി ജീവിക്കുവാൻ ഉള്ള ഒരു മാതൃകയായി മാറുകയാണ് ചെയ്യുന്നത്. വചനത്തെ ധ്യാനിക്കുവാന്, വചനം ജീവിക്കുവാന് മറിയം നമ്മെ സഹായിക്കുന്നു. അഞ്ചാമതായി യോഹന്നാൻ 2:5, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. കാനായിലെ കല്യാണ വിരുന്നിൽ മാതാവ് പരിചാരകരോട് പറയുന്ന കാര്യമാണിത്. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ മാതാവ് ഈശോയ്ക്ക് വേണ്ടി ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നു. സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണിത്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം പറയാതെ, മറിച്ച് ദൈവത്തിന് അവരുടെ ജീവിതത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വഭാവം. ആറാമതായി സഹനം വഴി. ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയിലെ കിബേഹോ എന്ന കൊച്ചു ഗ്രാമത്തിൽ 3 കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവരുടെ ദർശനങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ അവരെ മറ്റുള്ളവർ കളിയാക്കി, പീഡിപ്പിച്ചു, ഭ്രാന്തരാണെന്ന് ചിത്രീകരിച്ചു. ഇതിൻ്റെ എല്ലാം വേദന താങ്ങാതെ ഒരാൾ മാതാവിനോട് പറഞ്ഞു,
അമ്മേ, ഈ സഹനമൊക്കെ മതി, ഇത് നിർത്താം. അപ്പോൾ അമ്മ അവളോട് പറഞ്ഞു, മോളെ, സഹനമില്ലാതെ സ്വർഗമില്ല. മാതാവിൻ്റെ ജീവിതം മുഴുവൻ നാം വായിച്ചു നോക്കുമ്പോൾ സഹനത്തിൻ്റെ ഒരു താഴ്വരയിലൂടെയാണ് മാതാവ് നടന്നു നീങ്ങിയത്. പക്ഷേ ആ വേദനകൾക്കിടയിലും മാതാവ് ദൈവത്തെ നോക്കി സന്തോഷിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിച്ചു. ഏഴാമതായി അപ്പസ്തോല പ്രവർത്തനം 1:14. അവരെല്ലാവരും ഏക മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം മാതാവും ശിഷ്യന്മാരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം സംഭവിക്കുന്നു. അവിടെയാണ് സഭയുടെ പിറവി നാം കാണുന്നത്. ഇതിലൂടെ മാതാവ് പറയുന്നത്, സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നമ്മുടെ ജീവിതത്തിൽ സഭയുടെയും കൂടെ സഹായം നാം തേടണമെന്നാണ്. സഭയിലെ കൂദാശകൾ, പ്രാർത്ഥനകൾ, സഭാ സമൂഹത്തിൻ്റെ കൂടെ ഒന്നിച്ചുള്ള ജീവിതം, പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം നമ്മെ സ്വർഗത്തിലേക്ക് വളരെ വേഗം അടുപ്പിക്കുന്നു, ഈശോയിലേക്ക് നമ്മെ എത്തിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ മാതാവിൻ്റെ ഈ ജീവിത മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിലും സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.